വേഷമണിഞ്ഞും ബലൂണുകളേന്റെയും വർണ്ണത്തുമ്പികളെ പോലെ കുട്ടികൾ 340 ദൈവസങ്കല്പങ്ങളെ തെയ്യങ്ങളെ അടയാളപ്പെടുത്തി തെയ്യത്താനേന്തിയ 28 വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകത്തിലെ കാപ്പാട്ട് ഭഗവതിയുടെ പന്തൽമംഗലം നാടറിയിക്കുന്നതിനായി പയ്യന്നൂരിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഏറെ നാളുകൾക്ക് ശേഷമാണ് പയ്യന്നൂരിനെ തൊട്ടറിഞ്ഞുകൊണ്ട് വർണ്ണാഭമായ ഒരു ഘോഷയാത്ര നഗരഹൃദയത്തിലൂടെ കടന്നുപോയത്. പയ്യന്നൂർ പെരുമ്പ ശ്രീ മുത്തപ്പൻ മടപ്പുര പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തുള്ളവരടക്കം ആബാലവൃദ്ധം ജനങ്ങൾ അണിനിരന്നു. പെരുങ്കളിയാട്ടത്തിൽ കെട്ടിയാടുന്ന ഒന്നുകുറെ 40 തെയ്യങ്ങളുടെ സങ്കല്പത്തിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 39 അമ്മമാർ തെയ്യങ്ങളുടെ രൂപമേന്തിയ താലപ്പൊലി ഘോഷയാത്രയിൽ ഏവരുടെയും ശ്രദ്ധ നേടി. ചെണ്ടമേളത്തോടൊപ്പം മുത്തുക്കുടകളേന്തിയ വനിതകളും കുട്ടികളും സാംസ്കാരികത വിളിച്ചോതുന്ന പലവിധ കലാരൂപങ്ങളടക്കം ഘോഷയാത്രയിൽ അണിനിരന്നപ്പോൾ അത് വരാനിരിക്കുന്ന പെരുങ്കളിയാട്ടത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്നതായി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളും വനിതകളും പയ്യന്നൂരിലെ ബഹുജനങ്ങളും അണിനിരന്ന ഘോഷയാത്ര കാപ്പാട്ട് കഴകം ദേവ തിരുസന്നിധിയിൽ സമാപിച്ചു. ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായുള്ള സുപ്രധാന ചടങ്ങുകൾ വരും ദിവസങ്ങളിൽ നടക്കും. ന്യൂസ് 1 കേരള, പയ്യന്നൂർ.